നിഷാദെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. പുനലൂർ മണ്ഡലം, കൊല്ലം ജില്ല പുനലൂർ. ഒരു കാലത്തും UDF കടന്നു കയറാൻ കഴിയാത്ത പുനലൂരിൽ UDF 1590 വോട്ടിന് മുന്നിലാണ്. 1590 തരംഗമാണ് നിഷാദെ, തരംഗം. 96 സീറ്റുകളിൽ UDF ലീഡ് നിലനിർത്തുന്നു. പുനലൂർ 1590 വോട്ടിന്റെ ലീഡ് UDF സ്ഥാനാർത്ഥിക്ക്. വീണ്ടും ഞാൻ ഉച്ചു നോക്കുന്ന 96 സീറ്റായോ? 100ലേക്ക് എത്തുന്നോ? VD സതീശന്റെ പ്രവചനം അച്ചട്ടാവാൻ പോകുന്നു. 100 സീറ്റ്. 100. കഴിഞ്ഞ ദിവസം ഞാൻ ഭരണവിരുദ്ധ വികാരം ഇവിടെ കാണുന്നില്ല എന്ന്. അല്ല, അതിലേക്ക് ഞാൻ വരാം. സമയമുണ്ട്. നിഷാദിലേക്ക് ഞാൻ വരാം. ഓക്കെ, പുനലൂരിലേക്ക് എന്താണ് കൊല്ലത്ത് നടക്കുന്നത്? കൊല്ലത്ത് LDFന്റെ പതനത്തിനാണ് നിലവിൽ, അതായത് 3, 4, 5 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ പലയിടത്തും കാഴ്ച കാണാൻ കഴിയുന്നത്. നിലവിൽ 2 LDF സ്ഥാനാർത്ഥികളാണ് ലീഡ് ചെയ്യുന്നത്. ഒന്ന് കൊട്ടാരക്കരയിലും ഒന്ന് പുനലൂരിലുമാണ്. അതും നേരിയ ലീഡാണ്. സാധാരണ 3 റൗണ്ടൊക്കെ പൂർത്തിയാക്കുന്ന സമയത്ത് പുനലൂരിൽ 10,000-ഓടടുത്ത ലീഡൊക്കെ എത്തുന്ന സമയത്ത് 1000-2000-ൽ താഴെ ലീഡ് മാത്രമാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചാത്തന്നൂരിൽ പ്രതീക്ഷിച്ചിരുന്ന NDA മുന്നേറ്റമാണെങ്കിൽ 3 റൗണ്ട് പൂർത്തിയാകുമ്പോൾ അവിടെ UDF ആദ്യമായി ലീഡ് പിടിക്കുന്നു. 248 വോട്ടുകൾക്ക് മുന്നിലാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്ന UDF ഇതാ ചാത്തന്നൂരിൽ ലീഡ് പിടിച്ചിരിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ 3 മന്ത്രിമാർ മാത്രമാണ് ലീഡ് നിലനിർത്തുന്നത്. 3 മന്ത്രിമാർ. 1 ഡസനിലധികം മന്ത്രിമാർ തോൽക്കും. എത്ര മന്ത്രിമാരുടെ? 21 മന്ത്രിമാർ. എല്ലാവരും മുഖ്യമന്ത്രി ഉൾപ്പെടെ പുറകിലാണ്. മുന്നിലുള്ള മന്ത്രിമാർ മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ, ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ, വേറൊരാള് ഒരാൾ കൂടിയുണ്ട്, കെ എൻ ബാലഗോപാൽ, മുഹമ്മദ് റിയാസ് മുന്നിലാണ്, സജി ചെറിയാൻ മുന്നിലാണ്. 3 മന്ത്രിമാർ മാത്രം. അസ്ലമിനെ വേണം. കാരണം ബേപ്പൂരിന്റെ ഒരു ചിത്രം എന്താണ്? ബേപ്പൂരിൽ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടുന്നതാണ് റിയാസ് രാവിലെ പറഞ്ഞത്. അല്ല, അതിൽ കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിയുമോ എന്നറിയണം. ബേപ്പൂരിലെ റിയാസ് ബുദ്ധിമുട്ട് സ്വാഭാവികമാണ്. കാരണം കേരളത്തിൽ ആകമാനം ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നു. പക്ഷെ റിയാസിനെ സംബന്ധിച്ച് ഭരണവിരുദ്ധ വികാരത്തിന്റെ അടി കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം ഭരണത്തിലെ ഏറ്റവും പ്രധാനിയായ ഒരു മന്ത്രിയായിരുന്നു. പ്രധാനിയായ മന്ത്രിമാർ പലരും അവരുടെ ഏരിയാസിൽ വേർക്കുമ്പോൾ റിയാസിന് അങ്ങനെ പൂർണ്ണമായിട്ടും വേണ്ടി വന്നിട്ടില്ല. അതിലേക്ക് റിയാസ് സേഫാണ്. അസ്ലം, എന്താണ് റിയാസിന്റെ ഒരു പെർഫോമൻസിന്റെ ഒരു പാറ്റേൺ പറയൂ. LDF ശരിക്കും പ്രതീക്ഷയിൽ നിന്ന് മുന്നോട്ട് പോകുന്നത് ബേപ്പൂരിൽ മാത്രമാണ്. 4252 വോട്ടിന്റെ ലീഡാണ് 2 റൗണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്നത്. അതേസമയം തന്നെ അടുത്ത 2 റൗണ്ടുകൾ വളരെ നിർണായകമാണ്. ആ വോട്ടിൽ അവിടുന്ന് വീണ്ടും ഒരു 7000 വരെയെങ്കിലും ഭൂരിപക്ഷം നിലനിർത്താനായാലും മാത്രമേ റിയാസിന് പ്രതീക്ഷയുള്ളൂ. അതേസമയം അടുത്ത റൗണ്ട് വളരെ നിർണായകമാണ്. അതും നോർത്തിൽ 100 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷമാണ് LDF ലീഡ് ചെയ്യുന്നത്. ബാക്കി എല്ലാ സീറ്റുകളും ബാലുശ്ശേരി, എലത്തേരി, നാദാപുരം, തിരുവമ്പാടി, കുന്നമംഗലം, കുറ്റ്യാടി തുടങ്ങി ഏറെക്കുറെ എല്ലാ സീറ്റുകളിലും UDF ലീഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് UDF കാണാൻ കഴിയുന്നത്. എന്തായാലും 2 റൗണ്ട് കൂടി ശരിക്കും ബേപ്പൂരിൽ എങ്ങോട്ട് പോകുമെന്നറിയാൻ കാത്തിരിക്കേണ്ടി വരും. കാരണം ബേപ്പൂർ കഴിഞ്ഞ് ചെറുവണ്ണൂരിലേക്ക് വോട്ടെടുപ്പ് കയറുന്ന ഘട്ടമാണ്. എന്തായാലും അടുത്ത റൗണ്ട് വളരെ നിർണായകമാണ്. അടുത്ത റൗണ്ടിന്റെ വിവരം അല്പസമയത്തിന് തന്നെ കിട്ടും. 97 കേട്ടോ, 97. 100-ലധികം സീറ്റുമായി UDF അധികാരത്തിൽ വരും. UDFനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. 100ലേക്ക് അടക്കുമോ? 100, 101, 102 ആകുമോ? 41 എന്ന് പറയുന്ന നാണം കെട്ട ഒരു ലീഡ് നിലയിലേക്ക് LDF എത്തിയിരിക്കുന്നു. പിണറായി വിജയൻ 4ാം റൗണ്ടിലും പിറകിലാണ്. 1 ഡസനിലധികം മന്ത്രിമാർ പിറകിലാണിപ്പോൾ. 1 ഡസനിലധികം മന്ത്രിമാർ തോൽക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. 1 ഡസനിലധികം മന്ത്രിമാർ, കേവലം 3 മന്ത്രിമാർ മാത്രമാണ് ലീഡ് നിലനിർത്തുന്നത്. ഏറ്റവും മികച്ച പെർഫോമൻസ്, അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഭൂരിപക്ഷവുമായി മുന്നിലുള്ളത് മുഹമ്മദ് റിയാസ് ആണ്. LDF പറഞ്ഞെന്താണോ അത് അതുപോലെ നടന്ന സ്ഥലം എവിടെയാണ്? ബേപ്പൂരാണ്. കാരണം അറിയോ, ഈ ഭരണവിരുദ്ധ വികാരം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോഴേ മനസ്സിലായുള്ള റിയാസ്. അത് കഴിഞ്ഞുള്ള നിയമസഭാ സെഷനിൽ റിയാസ് പങ്കെടുത്തിട്ടില്ല. റിയാസ് ഇവിടെയായിരുന്നു. ഇവിടെ കാന്തപുരത്ത് മാത്രമല്ല, കോഴിക്കോട് ജില്ലയുടെ ചുമതലയുണ്ടായിരുന്ന മുഹമ്മദ് റിയാസ് ബേപ്പൂർ വിട്ട് പോയിട്ടില്ല. ഇവിടെ കാന്തപുരത്തെ കാണുന്നു, പല നേതാക്കന്മാരെ കാണുന്നു, എല്ലാവരെയും കാണുന്നു, മാധ്യമങ്ങളെ കാണുന്നു, അഭിമുഖങ്ങൾ കൊടുക്കുന്നു. അദ്ദേഹത്തിന് അതിന്റെ ഒരു പണി പാളുന്നത് മനസ്സിലാവുകയും അടുത്തട്ടി പണിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റിയാസ് പിടിച്ചു നിന്നു. ബാക്കി എല്ലാവരും ഭരണവിരുദ്ധ വികാരത്തിന്റെ ഈ അമ്പ് ഏറ്റു വീഴുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പൊ ഇനിയിപ്പോ ഏതൊക്കെ സീനിയേഴ്സാണ് ബാക്കി അവൈലബിൾ ആയിട്ടുള്ളത് പ്രതിപക്ഷ നേതാവാകാൻ എന്നാണ്. എന്തായാലും പ്രധാനപ്പെട്ട പല മന്ത്രിമാരും വലിയ തോതിൽ വിയർത്തോണ്ടിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ നിന്ന് വിഷ്ണു VS ഉണ്ട്. വിഷ്ണു, തിരുവല്ലയിൽ എന്താണ് സംഭവിക്കുന്നത്? അനൂപ് ആന്റണി ഇപ്പോഴും മുന്നിലാണോ?